വന്നപ്പോ തന്നെ മനസ്സ് നിറയ്ക്കാനുള്ള പരിപാടിയായിരിക്കും. ഉറപ്പല്ലേ? അവർ കാര്യം ചോദിച്ചിട്ടാ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വെജ് ആണോ നോൺ വെജ് ആണോ? രണ്ടും കഴിക്കും. രണ്ടും കഴിക്കും എന്ന് പറഞ്ഞാൽ ഇഷ്ടം നോൺ വെജ് ഇഷ്ടമാണ് ഏറ്റവും കൂടുതലില്ല ചേച്ചി, എന്നാലും ബാലൻസ്ഡ് ആണ്. വെരി മച്ച് ബാലൻസ്. ഈ പറഞ്ഞ പോലെ ഡോക്ടർ ആയതുകൊണ്ടാണ് അങ്ങനെ ബാലൻസ് ചെയ്തൊക്കെ പോകുന്നത്. പേടിയായതുകൊണ്ട് എന്ന് വെച്ചാൽ അല്ല, അങ്ങനെയല്ല. കാരണം നമ്മളെപ്പോഴും കേസ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന പല അസുഖങ്ങളും നമുക്ക് വരുന്നത് ഈ നമ്മുടെ ഭക്ഷണശീലത്തിൽ വരുന്ന കുഴപ്പങ്ങളും കൊണ്ടാണ്. അല്ലാതെ വേറൊരു രീതിയിൽ നമുക്ക് പെട്ടെന്നൊരു അസുഖം വരാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ട് നമ്മൾ തന്നെ കേസ് എടുത്ത് നമ്മൾ തന്നെ അറിയുമ്പോൾ പിന്നെ ഈ ഭക്ഷണം നമ്മൾ തന്നെ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് കഴിക്കുമ്പോഴത്തേന് നമ്മൾ കുറച്ചൊരു കോൺഷ്യസ് ആകും. ഇതേപോലെയാണോ മോളെ? അവള് ശരിക്കും പറഞ്ഞാൽ മോക്ക് വെജിറ്റേറിയനാണ് കൂടുതൽ ഇഷ്ടം. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇച്ചിരി ചിക്കൻ്റെ ഐറ്റം ഒക്കെ കഴിക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഔട്ടിങ്ങിനൊക്കെ പോകും. അപ്പം പറയാ ഒന്നെങ്കിൽ ചോദിക്കാം, അമ്മേ മസാല ദോശ, എനിക്ക് മസാല ദോശ വേണമെന്ന് പറയും ഒന്ന്. അല്ലെങ്കിൽ അഥവാ നമ്മൾ നോൺ വെജ് മാത്രം കഴിക്കുന്നതാണെങ്കിൽ ഹോട്ടലിലായാലും ചെന്നിരുന്നിട്ട് പറയും, എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ദോശ ഇട്ട് തരണേ. ആദ്യമായിട്ട് ഞാൻ കേൾക്കുവാട്ടോ. അങ്ങനെയാണ്. അല്ല, അതുകൊണ്ടാണ് ആ ശരീരപ്രകൃതം ഒക്കെ അങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ കൂടുതലും നമുക്ക് ഈ ഹോംലി ആയിട്ടുള്ള ഇത് കഴിക്കാനാണ് ഇഷ്ടം. ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം കഞ്ഞിയാണ്. കഞ്ഞിയും ഉപ്പും ഒക്കെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചോറിനകത്ത് നെയ്യ് ഇട്ട് കൊടുക്കുക, പപ്പടം, അങ്ങനത്തെ ഉള്ള സാധനങ്ങള്. തനി നാടൻ തനി നാടൻ. ഓ അത് ശരി. ഇപ്പത്തെ ജനറേഷനിലെ പിള്ളേരൊക്കെ ജങ്ക് ഫുഡ്സ് കഴിക്കുമ്പോ എനിക്ക് ബർഗർ ഇഷ്ടം, സാൻഡ്വിച്ച് ഇഷ്ടം, മറ്റോ ഇഷ്ടം എന്നൊക്കെ പറയുമ്പോ ഏറ്റവും കൂടുതൽ ഇഷ്ടം കഞ്ഞി എന്ന് പറയുന്ന ചേച്ചി പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഈ അങ്ങനത്തെ ഉള്ള ഒരു സാധനങ്ങളും നമുക്ക് താല്പര്യമില്ല. ഇപ്പൊ ഷവർമയൊന്നും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കഴിക്കും. അപ്പൊ വേണോന്ന് ചോദിച്ചാലും വേണ്ട, എനിക്ക് ദോശ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിലും ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറയും. ഓക്കെ. അപ്പൊ എന്റെ പ്രേക്ഷകരോട് ഒരു കാര്യം ഞാൻ പറയാം. എന്നാന്നോ, ഞാൻ ഇപ്പൊ ദിവ്യയെ കണ്ടതിന്റെ എന്താ പറയാ ഒരു ആങ്സൈറ്റി, ക്യൂരിയസ്നെസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ബിക്കോസ് ഷീ ഈസ് ബേസിക്കലി എ ഡോക്ടർ. അതിന്റെ പുറത്ത് ഞാൻ എൻ്റെ പ്രേക്ഷകരെ പുള്ളിക്കാരത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോലും ഞാൻ മറന്നുപോയി. പക്ഷേ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല എന്നറിയാം. കാര്യം എൻ്റെ പ്രേക്ഷകർക്ക് ദിവ്യയെ നല്ലവണ്ണം അറിയാം. എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ വന്ന് എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിലും കൂടുതൽ പരിചയിച്ചിരിക്കുന്നത് ദിവ്യയായിട്ടായിരിക്കും. വീട്ടില് തീർച്ചയായിട്ടും ഈ മീൻസ് അവര് സീരിയലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത്. പക്ഷെ ചേച്ചിയുടെ പോപ്പുലാരിറ്റി അതൊന്നും വേറെ തന്നെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പോൾ ബീങ് എ ഡോക്ടർ എല്ലാവരും ഇപ്പൊ എനിക്ക് എൻ്റെ കുഞ്ഞുനാളിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ഡോക്ടർ ആവണം എന്നൊക്കെ. പക്ഷെ ഈ പറഞ്ഞ പോലെ ബൈ ചാൻസ് പറ്റിയില്ല. പക്ഷേ ബീങ് എ ഡോക്ടർ, ഈ ആക്ട്രസ്, ആങ്കർ, ആ ഒരു സെലിബ്രിറ്റി അങ്ങനത്തെ ഒക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നോ? എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ചേച്ചി. ബേസിക്കലി കുഞ്ഞിലെ തൊട്ടേ കലാപരമായിട്ട് വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛനും അമ്മയും അത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ജനിച്ചു വളർന്നത് കൊല്ലത്ത് കല്ലട എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്, ശരിക്കും നല്ലൊരു ഗ്രാമമാണ്. അപ്പോൾ അവിടെ ഈ പാട്ട് പഠിപ്പിക്കുക അല്ലെങ്കിൽ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുക എന്നൊക്കെ പറയുമ്പം അത്രയും ഒരു വളരെ പ്രഗത്ഭരായിട്ടുള്ളവരോ അങ്ങനെയൊന്നും നമുക്ക് കിട്ടത്തില്ല. അതിന് ഞങ്ങൾ ട്രിവാൻഡ്രത്തുനിന്ന് അല്ലെങ്കിൽ കൊല്ലത്തുനിന്നൊക്കെ ആൾ വന്നിട്ട് പഠിപ്പിക്കുന്ന ഒരു രീതി എൻ്റെ അച്ഛനും അമ്മയും അത്രയും ഇഷ്ടമായിരുന്നു കലയെന്ന് പറയുമ്പം. അപ്പം അങ്ങനെ വളർന്നു. പിന്നെ സ്കൂളിലും മറ്റുള്ള ആക്ടിവിറ്റീസിലും ഒക്കെ ഡാൻസും പാട്ടും അങ്ങനെയൊക്കെ ചെയ്താണ് കല എപ്പോഴും ബേസിൽ കിടപ്പുണ്ട്. പിന്നെ സയൻസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. പഠിക്കുന്ന കാലം തൊട്ട് മാത്സിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷെ ഞാൻ പഠിക്കുന്ന കാലത്ത് എഞ്ചിനീയറിംഗ് ആയിരുന്നു ഏറ്റവും ഭൂമായിട്ടുള്ള സംഭവം. പക്ഷെ 4-3 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സംശയം വരെ 7 പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാത്സ് എടുത്ത് പോകുന്നതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് സയൻസ് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ എടുത്തു. അപ്പോൾ പഠിത്തവും ഇതും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ വേണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും അച്ഛനും അമ്മ ഇപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞാൽ ആ കല എന്നുള്ള സാധനത്തിനാണ് കൂടുതൽ എംഫസൈസ്. അല്ലെങ്കിൽ ഇപ്പൊ ഏത് പ്രോഗ്രാം ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പം അഭിനയിക്കുന്നുണ്ടോ, ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിനയിക്കണം, അങ്ങനെയൊക്കെയുള്ള സജഷൻസ് എപ്പോഴും വരാറുണ്ട് ഫാമിലിയുടെ ഭാഗത്ത് നിന്ന്. അതുകൊണ്ടാണ് രണ്ടും അങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നത്. പക്ഷെ ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ പപ്പായുടെ ആ സെയിം ജനറേഷൻ ആയിരിക്കും ദിവ്യയുടെ പപ്പായുടെയും. ഓക്കെ, ആ ജനറേഷനിൽ എൻ്റെ പപ്പായൊക്കെ ഏറ്റവും കൂടുതൽ പറഞ്ഞ കലയൊക്കെ രണ്ടാമത്, ഫസ്റ്റ് അവനവൻ്റെ കാലിൽ നിൽക്കാൻ എന്നേലുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക, അല്ലാതെ പിന്നെ ഇതൊക്കെ ജീവിതത്തിൽ മുഴുവൻ ഉള്ളതല്ല. പക്ഷെ നേരെ തിരിച്ചാ ദിവ്യയുടെ അച്ഛനും അമ്മയും. ആദ്യം കല, അത് കഴിഞ്ഞിട്ട് മതി മോളെ പഠിത്തമൊക്കെ. ശരിക്കും കലയെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു അച്ഛനും അമ്മയായിരിക്കാം. അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കും. അതെ അതെ അല്ല, അവർക്ക് തന്നെ സ്വയം ഇപ്പോഴും അവർക്ക് അങ്ങനെ ഇപ്പം ഡോക്ടറാണ് അല്ലെങ്കിൽ കുറച്ച് പേഷ്യൻസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അഭിനയിക്കുന്ന കാണാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന കാണാൻ, പാട്ട് പാടുന്ന കാണാൻ, അതാണ് എൻ്റെ ഫാമിലിക്ക് വളരെ ഇഷ്ടമുള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് ഈച്ച് ആൻഡ് എവറി അച്ഛനമ്മമാരും അങ്ങനെയാണ്. മകളായാലും മകനായാലും ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു അച്ഛൻ, എല്ലാ അച്ഛനമ്മമാരും അങ്ങനെ. ഇതേപോലെ മോക്ക് എന്നൊക്കെ ഇഷ്ടമുണ്ട്?
ഒന്നുമില്ല, എല്ലാം ഇഷ്ടം. എല്ലാം ഇഷ്ടം. നോക്ക്, അമ്മ ഡോക്ടറാണ്, ഈ പറഞ്ഞ പോലെ ആങ്കറാണ്, ഷീസ് ആൻ ആക്ട്രസ്. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുണ്ടോ മോക്ക് ആവണമെന്ന്? എന്താ ഡോക്ടർ ആവാനാ?